നമ്മളൊക്കെ ഈ ലോകത്ത് ഒറ്റക്കാണോ ജീവിക്കുന്നത്? അതോ നമുക്ക് കാണാൻ കഴിയാത്ത എന്തൊക്കെയോ ചരടുകളാൽ നമ്മളെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാർവത്രിക സാഹോദര്യം എന്ന വലിയ ആശയത്തെക്കുറിച്ചാണ്. ശരി, അപ്പോൾ നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാലോ? ഒരു മനുഷ്യന് ഒരു ദ്വീപ് പോലെ ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിയുമോ? അതോ നിങ്ങളും ഞാനുമെല്ലാം ഒരു വലിയ ശൃംഖലയിലെ ഓരോരോ കണ്ണികളാണോ? ഈയൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ആശയം എത്ര മനോഹരമായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണെന്ന്. നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രകാശവലയം പോലെ ആദ്യം നിങ്ങളുടെ കുടുംബം, അതിനും പുറത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളും സമൂഹവും. ഒടുവിൽ ആ പ്രകാശം ഇങ്ങനെ പരന്നു മുഴുവൻ മനുഷ്യരാശിയെയും ഒന്നായി ഉൾക്കൊള്ളുന്നു. നമ്മളാരും ഒറ്റപ്പെട്ട തുരുത്തുകളല്ല, ഒരു വലിയ പ്രകാശ ശൃംഖലയുടെ ഭാഗമാണ്. അപ്പോൾ എന്താണ് നമ്മളെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തുന്ന ഈ ബന്ധങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനം അല്ലേ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ അദൃശ്യമായ കണ്ണികളെന്ന്. നോക്കൂ, ഈ മനുഷ്യബന്ധം എന്ന് പറയുന്ന വലിയൊരു ശൃംഖലയെ താങ്ങി നിർത്തുന്നത് ചില അടിസ്ഥാന മൂല്യങ്ങളാണ്. സാഹോദര്യം, സമത്വം, കാരുണ്യം, പിന്നെ നല്ല കാര്യങ്ങളിൽ അന്യോന്യം സഹായിക്കാനുള്ളൊരു മനസ്സ്, ആവശ്യമുള്ളവർക്ക് ഒരു തണലാകാനുള്ള സന്നദ്ധത. ഇവയൊക്കെയാണ് ഈ ശൃംഖലയെ പൊട്ടിപ്പോകാതെ കാക്കുന്ന ബലമുള്ള നൂലുകൾ. പക്ഷേ ഒരു നിമിഷം നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം. നമ്മളെ ഇങ്ങനെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ഈ ബന്ധങ്ങളുടെയൊക്കെ ശൃംഖല അതെപ്പോഴും ഇത്രയ്ക്ക് ശക്തമായിട്ട് തന്നെയാണോ നിൽക്കുന്നത്? അതോ കാലം മാറുമ്പോൾ അതിലെവിടെയെങ്കിലും വിള്ളലുകൾ വീഴുന്നുണ്ടോ? അതെ, ലോകം വിഭജിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ബന്ധങ്ങളിലും വിള്ളലുകൾ വീഴും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പരസ്പരം അകന്നു പോകുന്നത്? ഏതൊക്കെ ശക്തികളാണ് നമ്മളെ ഇങ്ങനെ വിഭജിക്കുന്നത്? നമുക്കതൊന്ന് പരിശോധിക്കാം. നമ്മളെ വിഭജിക്കുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വിഷലിപ്തമായ ഒരു കാര്യമാണ് വംശീയത. എന്താണിത്? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ നിറം അല്ലെങ്കിൽ വംശം നോക്കിയിട്ട് അവർ നമ്മളെക്കാൾ താഴെയാണ് അല്ലെങ്കിൽ മുകളിലാണ് എന്നൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു ചിന്ത. ഇത് നമ്മുടെയൊക്കെ സമൂഹത്തിൽ വീഴുന്ന ഏറ്റവും ആഴത്തിലുള്ള മുറിവുകളിലൊന്നാണ്. ഇതിൻ്റെയൊക്കെ ആ ഒരു വേദന എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ നമ്മൾ അധികം ദൂരെയൊന്നും പോകണ്ട. നമ്മളെ കളിക്കളങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ മതി. നമ്മളെയൊക്കെ ഒന്നിപ്പിക്കേണ്ട ഫുട്ബോളിലും ക്രിക്കറ്റിലുമൊക്കെ കളിക്കാർ വംശീയമായി അധിക്ഷേപിക്കപ്പെടുന്ന നമ്മൾ കാണുന്നില്ലേ? ലോകം മുഴുവൻ ഒന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു കാര്യത്തിൽ പോലും ഈ വിഭജനത്തിന്റെ വിഷം കലരുമ്പോൾ അതെത്രത്തോളം ഭയാനകമാണെന്നൊന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ ഈ വിഭജനത്തിൻ്റെയൊക്കെ ഇരുട്ടിൽ നിന്ന് പുറത്തുവരാൻ ഒരു വഴിയുണ്ടോ? ഒരു പരിഹാരമുണ്ടോ? തീർച്ചയായുമുണ്ട്. നമ്മളെ വീണ്ടും ഒന്നിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഐക്യത്തിന്റെ വഴി കാണിച്ചു തരുന്ന ചില ആഹ്വാനങ്ങളുണ്ട്. നമുക്കതിലേക്കൊന്ന് ശ്രദ്ധിക്കാം. എന്തിനാണ് നമ്മൾ ഇത്രയധികം വ്യത്യസ്തരായിരിക്കുന്നത്, അല്ലേ? പല നിറം, പല ഭാഷ, പല സംസ്കാരം. ഈ ചോദ്യത്തിനുള്ള ഏറ്റവും മനോഹരമായൊരു ഉത്തരമാണ് ഈ കാണുന്നത്. നമ്മളെ പല ഗോത്രങ്ങളും സമുദായങ്ങളുമായിട്ട് സൃഷ്ടിച്ചത് പരസ്പരം വെറുക്കാനോ അകറ്റി നിർത്താനോ അല്ല. നേരെ മറിച്ച് ഈ വൈവിധ്യങ്ങളൊക്കെ പരസ്പരം അടുത്തറിയാനും അതിലൂടെ ഒരുമിച്ച് വളരാനുമാണ്. ഓരോ വ്യത്യാസവും ശരിക്കും ഒരു പുതിയ അറിവാണ്, ഒരു പുതിയ സൗന്ദര്യമാണ്. അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഒരു വശത്ത് വംശീയത. അത് നമ്മളോട് പറയുന്നത് നിറത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ ആളുകളെ വേർതിരിക്കാനാണ്. പക്ഷെ മറുവശത്ത് ഐക്യത്തിൻ്റെ സന്ദേശം പറയുന്നു. ഈ വ്യത്യാസങ്ങളെല്ലാം പരസ്പരം അറിയാനും ബഹുമാനിക്കാനുമുള്ള അവസരങ്ങളായി കാണണമെന്ന്. ഒന്ന് നമ്മളെ തകർക്കുന്നു, മറ്റൊന്ന് നമ്മളെ പടുത്തുയർത്തുന്നു. വ്യത്യാസം വളരെ വലുതാണ്. പക്ഷേ ഈ ഐക്യം എന്നൊക്കെ പറയുന്നത് വെറുതെ വാക്കുകളിലോ പുസ്തകങ്ങളിലോ ഒതുങ്ങേണ്ട ഒന്നല്ല, അല്ലേ? അത് മനുഷ്യരിലൂടെ ജീവിക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ നമുക്ക് ചരിത്രത്തിൽ നിന്നും ഇന്നിൻ്റെ ലോകത്തിൽ നിന്നും കാരുണ്യത്തിൻ്റെ അത്തരം ചില ജീവിക്കുന്ന മാതൃകകളെ ഒന്ന് പരിചയപ്പെട്ടാലോ? ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇതിൻ്റെ ഏറ്റവും ശക്തമായൊരു ഉദാഹരണമാണ് ബിലാലിൻ്റേത്. ഒന്നോർത്തു നോക്കൂ, നിറത്തിൻ്റെ പേരിൽ മനുഷ്യരെ അടിമകളാക്കിയിരുന്നൊരു കാലം. ആ കാലഘട്ടത്തിലാണ് വംശീയതയുടെ ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പ്രവാചകൻ അദ്ദേഹത്തെ ചേർത്തുപിടിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്താണ്? അത് വളരെ വ്യക്തമാണ്. ഒരു മനുഷ്യന്റെ വില അവന്റെ തൊലിയുടെ നിറത്തിലല്ല, മറിച്ചവന്റെ ഹൃദയത്തിലെ നന്മയിലാണ്. ഇനി ഇന്നത്തെ കാലത്തേക്ക് വന്നാലോ, ഇവിടെയും നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന ഒരുപാട് മാതൃകകളുണ്ട്. ആ പ്രളയകാലത്ത് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ ഒരു ചവിട്ടുപടിയാക്കി, ഒരു പാലമാക്കി മാറ്റിയ ആ രക്ഷാപ്രവർത്തകനെ നമ്മൾ മറക്കുമോ? അവിടെ നിറമോ ജാതിയോ മതമോ ഒന്നും ഒരു വിഷയമായിരുന്നില്ല. മനുഷ്യത്വം മാത്രം. അതാണ് മുന്നിട്ട് നിന്നത്. ഏറ്റവും കഠിനമായ, ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ പോലും മനുഷ്യത്വം തോറ്റുപോകില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുമൂദ് എന്ന ഈ അറബി വാക്ക്. സ്ഥൈര്യം അല്ലെങ്കിൽ പിടിച്ചുനിൽക്കൽ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം.
ഒന്നാലോചിച്ചു നോക്കൂ, ഗസ പോലുള്ള യുദ്ധഭൂമികളിൽ ചുറ്റും നാശവും വേദനയും മാത്രം കാണുമ്പോൾ അവിടെയും മറ്റുള്ളവർക്ക് ആശ്വാസവും ഭക്ഷണവും നൽകുന്ന മനുഷ്യരുണ്ട്. അവരാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഈ മനുഷ്യശൃംഖലയുടെ കണ്ണികൾ എത്രത്തോളം ശക്തമാണെന്ന്. ഈ ഉദാഹരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രചോദനം തോന്നുന്നില്ലേ? തീർച്ചയായും തോന്നും. പക്ഷേ ഇതൊക്കെ വെറും മറ്റുള്ളവരുടെ കഥകളായി കണ്ട് കൈയടിച്ചു പോകാനുള്ളതാണോ? ഒരിക്കലുമല്ല. ഈ വലിയ ശൃംഖലയെ ശക്തമായിട്ട് നിലനിർത്തുന്നതിൽ നമുക്കോരോരുത്തർക്കും ഒരു പങ്കുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം? യഥാർത്ഥ നന്മയുടെ വഴി എന്ന് പറയുന്നത് എപ്പോഴും എളുപ്പമുള്ള ഒരു നിരപ്പായ വഴിയല്ല. അത് ഒരു മലമ്പാത കയറുന്നതുപോലെ കഠിനമാണ്. മാറി നിൽക്കാനും കണ്ടില്ലെന്ന് നടിക്കാനുമൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ മറ്റൊരാളുടെ വേദനയിൽ, അവരുടെ പ്രയാസത്തിൽ പങ്കുചേരുക എന്നത്, അത് നമ്മൾ ധൈര്യത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ദുർഘടമായ പാത? അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ നിർവചിച്ചിട്ടുണ്ട്. ഒന്ന്, ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തത്തിൽ നിന്ന്, അത് ശാരീരികമോ മാനസികമോ ആകാം, ഒരാളെ മോചിപ്പിക്കുക. 2, കഠിനമായ പട്ടിണിയുള്ളൊരു സമയത്ത് ഒരു അനാഥയ്ക്കോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനോ അന്നം നൽകുക. ഇവയാണ് നമ്മുടെ ഈ മനുഷ്യ ശൃംഖലയിലെ ഏറ്റവും ദുർബലമായ കണ്ണികളെ ബലപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ട യഥാർത്ഥ പ്രവൃത്തികൾ. അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരൊറ്റ ചോദ്യത്തിലേക്കാണ്. നമ്മളെല്ലാവരും ഭാഗമായ ഈ വലിയ മനുഷ്യ ശൃംഖലയിലെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടുത്തൊരു കണ്ണിയാകാൻ നിങ്ങൾ തയ്യാറാണോ? ഓർക്കുക, നിങ്ങളുടെ ഒരു ചെറിയ പ്രവൃത്തിക്ക് പോലും, ഒരു ചെറിയ സഹായത്തിന് പോലും ഈ ശൃംഖലയെ ഒരുപാട് ബലപ്പെടുത്താൻ സാധിക്കും.